നാം ഏതു ഭാഗത്തിരുന്നാലും പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. സ്തോത്രം. പിശാച് സ്തോത്രം ഹല്ലേലൂയ ആരാധന സ്ഥലങ്ങളൊക്കെ സ്തോത്രം ഹല്ലേലൂയ അവൻ അടച്ചു ചിരിക്കുമ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ ശുശ്രൂഷകളൊക്കെ അടച്ചു എന്ന് പറഞ്ഞ് പിശാച് അലറിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കൾ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ അനുഭവത്തെ ഹല്ലേലൂയ മാറ്റിക്കളയുവാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തെ ദൈവമക്കൾ സ്തോത്രം ഇന്നും വിവിധ ഇടങ്ങളിൽ ഹല്ലേലൂയ ആരാധിക്കുന്നുണ്ട്. ശക്തമായി ഹല്ലേലൂയ അവർ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുന്നുണ്ട്. ഹല്ലേലൂയ അതിന് തെളിവാണ് ഇതേപോലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ. ഹല്ലേലൂയ സ്തോത്രം വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ഹല്ലേലൂയ അവസരം ഒരുക്കിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ വലിയ സമയം എടുക്കാതെ ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുടെ അകത്തളങ്ങളിൽ പ്രകാശിപ്പിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ സ്തോത്രം ഹല്ലേലൂയ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. സ്തോത്രം ഹല്ലേലൂയ. 2 വിഭാഗത്തിലുള്ള ഒരു ഉയർപ്പിനെ കുറിച്ച് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. മരണം എന്നുള്ളത് സത്യത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പണമുള്ളവനും പണമില്ലാത്തവനും ഒരേപോലെ സംഭവിക്കുന്ന സത്യം. ഹല്ലേലൂയ. കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും 5-6 ദിവസം വെന്റിലേറ്ററിൽ വഴി പൈസ എറിഞ്ഞ് പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞാൽ ഒരു നാൾ അവനവൻ്റെ ജീവനെ വിട്ടുകൊടുക്കേണ്ടി വരും. സ്തോത്ര. പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം മരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നീ ഏതു മതത്തിലുള്ള വ്യക്തിയായാലും മരിക്കുക. സ്തോത്ര. ഏതു ഗുരുക്കളായാലും മരിക്കും. സ്തോത്ര. എത്ര വലിയ പ്രാസംഗികനായാലും മരിക്കുക. അത് എത്ര വലിയ ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും മരണം എന്നുള്ളത് സുനിശ്ചിതമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യുക. ലോകത്തും മരണത്തിൽ നിന്ന് ഒരു മനുഷ്യനും മാറി നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അത് ഒരു മനുഷ്യനും അതിൽ നിന്ന് എനിക്ക് അതിനോട് താല്പര്യമില്ല, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു ഒഴിവ് പറയാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. മരണം എപ്പോ വേണമോ പിന്തുടരാ. ഹല്ലേലൂയ. രാവിലെ ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വ്യക്തി വൈകുന്നേരം തിരികെ വരണമെന്ന് ഉറപ്പില്ല. രാവിലെ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തി തിരികെ വീടെത്തണമെന്ന് ഉറപ്പില്ല. ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രസംഗം പൂർത്തിയാകുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല, ഒരു ഉറപ്പുമില്ല. അല്ല ഞങ്ങൾ തിരികെ വീടെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. ഹല്ലേലൂയ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്തോത്ര അവന്റെ നിഴല് പോലെ പിന്തുടരുന്ന ഒരു സത്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് മരണമെന്നൊരു സത്യമുണ്ട്. ഹല്ലേലൂയ. മരണം എന്നുള്ളത് നിശ്ചയം തന്നെയാണ്. ഇന്ന് രാത്രികാലം സ്തോത്ര ഹല്ലേലൂയ വ്യത്യസ്തപരമായി ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോവുക. ഹല്ലേലൂയ. മരണം സത്യമാണ്. സ്തോത്രം. എന്നാൽ പലർക്കും ഒരു സംശയമുണ്ട്, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? അത് സത്യമാണോ? സ്തോത്രം. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്, അത് സത്യമാണോ? സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സത്യമാ. ലോകത്തിലെ സകല മതങ്ങളും വിളിച്ചു പറയുന്നു ഹല്ലേലൂയ മരണത്തിനപ്പുറം എന്തോ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നുണ്ട് മരണത്തിന് ശേഷം നീണ്ട ഉറക്കമാണ്. ചിലർ പറയുന്നു മരണത്തിന് ശേഷം ഹല്ലേലൂയ പട്ടിയായിട്ടും അട്ടയായിട്ടും ഒക്കെ വന്യജീവികൾ അല്ലെങ്കിൽ ജീവികളായിട്ടൊക്കെ ഇഴജന്തുക്കളായിട്ടൊക്കെ മനുഷ്യൻ സ്വതല തിരികെ വരാറുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പലരും പലതിനെ കുറിച്ച് പറയുന്നു. ചിലർ പറയുന്നു ഗാഢമായ ഉറക്കമാണ് മരണത്തിനപ്പുറം സംഭവിക്കുന്നു എന്ന്. പക്ഷേ എല്ലാ മതങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മതങ്ങളൊക്കെ വിളിച്ചു പറയുന്നു മരണത്തിനപ്പുറം വ്യക്തമായ ജീവിതമുണ്ട്. അല്ലോ നീ ഒരു മുസ്ലിം ആയാല്, ക്രൈസ്തവനായാല്, ഹൈന്ദവനായാല് മരിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡിയെ സ്വതः വെറുതെ ഒന്നും കൊണ്ട് കന്നുകാലികളെ അടക്കം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കന്നുകാലികളെ കുഴിച്ചിടുന്നത് പോലെയൊന്നും കുഴിച്ചിടത്തില്ല. കർമ്മം ചെയ്ത് ക്രൈസ്തവരാണെങ്കിൽ പ്രാർത്ഥിച്ച്, മുസ്ലിം ആണെങ്കിൽ അവരെ കബറടക്കി, അല്ലെങ്കിൽ ഹൈന്ദവരാണെങ്കിൽ പ്രത്യേക കർമ്മങ്ങൾ ചെയ്ത് ദഹിപ്പിച്ച് അവരുടെ മതത്തിൽ
ദൈവത്തിനൊത്തവണ്ണമുള്ള ശുശ്രൂഷ ചെയ്താണ് ഒരു ശബത്തെ ഭൂമിയിലേക്ക് ഏൽപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്? എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? സ്തോത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം പറയും, കർമ്മം കിട്ടിയില്ലേ, ശുശ്രൂഷ നടന്നില്ലേ, ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള സകല മതങ്ങളും പറയുന്നു മരണശേഷം മനുഷ്യന് മറ്റെന്തോ ഒരു അനുഭവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഉറപ്പോടെ പറയുന്നു, മരണശേഷം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ഒരു ആരംഭമായി മാറാൻ പോവുകയാ. ഹല്ലേലൂയ. നിന്റെ ഒരു ആരംഭമായി തീരാൻ പോവുകയാ. ഹല്ലേലൂയ. 70 വർഷം ഭൂമി ജീവിക്കുന്ന അനുഭവമല്ല, അതിനപ്പുറമായി നിത്യമായ ഒരു വാസത്തിലേക്ക് ഹല്ലേലൂയ നിന്റെ ജീവിതം ആരംഭിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിൽ എന്നെ ലോകത്തിനെമ്പാടി ഇരുന്ന് കാണുന്ന പ്രിയമുള്ളവരോട് ഞാൻ കൈമാറുകയാ. സ്തോത്രം. നമ്മൾ ഇതിന് എഴുന്നേൽക്കും. മരണം പിടിച്ചാലും സ്വതഹല്ലിയ മണ്ണിനോട് ചേർന്നാലും ഇത് വിട്ട് പുറത്തു വരാം. സ്തോത്രം. അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലൂടെ നമ്മൾ വായിച്ചത്. 2 വിഭാഗത്തിലുള്ള കൂട്ടർ എഴുന്നേൽക്കാൻ പോവുക. ഹല്ലേലൂയ. 1-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി ഒരു കൂട്ടർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടി ഒരു കൂട്ടർ എഴുന്നേൽക്കുക. ഇനി 2-ാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കും വേണ്ടി ഒരു കൂട്ടർ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. അതായത് ലോകത്ത് പാപം ചെയ്യുന്നവന്, വിശുദ്ധിയോടെ നിൽക്കുന്നവന് മരണപ്പെടുക. ആരൊക്കെ പറഞ്ഞാലും എടാ നീ പാസ്റ്ററല്ലേ, നീ വിശ്വാസിയല്ലേ, നീ ദൈവത്തെ ആരാധിക്കുന്നവനല്ലേ, നിന്റെ വീട്ടിലല്ലേ മരണം സംഭവിച്ചത്, അല്ലെങ്കിൽ നിന്റെ ദൈവം സൗഖ്യമാക്കിയില്ലേ, ഈ കോവിഡ് വന്ന് കൊറോണ വന്ന് എത്ര പാസ്റ്റർമാർ മരിച്ചുപോയി, ക്രിസ്തീയ രാജ്യത്തല്ലേ വലിയൊരു പ്രതികൂലമുണ്ടായത്. പക്ഷേ ഈ ലോകത്തോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവൻ മരിച്ചു വീണാല്, രക്ഷിക്കപ്പെടാത്തവൻ മരിച്ചു വീണാല് സത്യവേദ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, മരണത്തിനപ്പുറ കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ അടുത്തൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരു ഉയർപ്പ് ഉണ്ട്. ആമേൻ. അടുത്തൊരു ഉറപ്പുണ്ട്. സ്തോത്രം. മാസം തികഞ്ഞ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പോലെ ഹല്ലേലൂയ ഭൂമി പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളെ, എല്ലാ ശരീരങ്ങളെയും എൻ്റെ കർത്താവിൻ്റെ വരവിൽ ഒരു പ്രസവിച്ചു പുറത്തു വരുന്നത് പോലെ സകലതിനെ പുറത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പുറത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. സ്വത്രം. പ്രിയമുള്ളവരെ, 2 കൂട്ടർ എഴുന്നേൽക്കാൻ പോകും. ഇന്ന് രാത്രി ചില മിനിറ്റുകൾ ആ 2 കൂട്ടറിൽ ഒന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 1-ാമത്തെ കൂട്ടർ എഴുന്നേൽക്കുന്നത് നിത്യജീവന് വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് കഷ്ടതയോടെ വിശുദ്ധ ജീവിതം ജയിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിനക്ക് എന്നും ദാരിദ്ര്യമായിരിക്കുക, നിന്റെ അവസ്ഥകൾ എന്നും പരിതാപകരമായിരിക്കുക, ഹല്ലേലൂയ, നീ എന്നും ദുഃഖത്തിലൂടെ, നിരാശത്തിലൂടെ, കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ ഒക്കെ പോകുന്ന വ്യക്തിയായിരിക്കുക. ഹല്ലേലൂയ. നീ വിശുദ്ധ വേദപുസ്തകം എടുത്ത് ആലയത്തിലേക്ക് പോകും പോയിട്ട് നിനക്കൊരു മാറ്റമില്ലല്ലോ, നിന്റെ കുടുംബത്തിനൊരു മാറ്റമില്ലല്ലോ, നിന്റെ തലമുറകൾക്കൊരു മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ നിന്നെ നിരന്തരം ആരൊക്കെ പരിഹസിച്ചാൽ, ആരൊക്കെ നിന്ദിച്ചാൽ, പ്രിയ സ്നേഹിത, നിന്നോട് കൈമാറുകയാ. ഹല്ലേലൂയ. നീ അടുത്ത സെക്കൻഡ് മരിച്ചു വീണ തമ്പുരാന്റെ വരവെങ്കൽ നീ എഴുന്നേൽക്കുക. നീ എഴുന്നേൽക്കുന്നത് ഹല്ലേലൂയ എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ നിത്യജീവനായിട്ട് നീ എഴുന്നേൽക്കുക. നിത്യമായൊരു ജീവനായിട്ട് നീ എഴുന്നേൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൈമാറുകയാ. ആരാ എഴുന്നേൽക്കുന്നേ? ധർമ്മം കൊടുക്കുന്നവനാണോ? കർമ്മം ചെയ്യുന്നവനാണോ? ക്രിയകൾ ചെയ്യുന്നവനാണോ? സ്തോത്രം. ചാരിറ്റി പ്രസ്ഥാനങ്ങൾ നടത്തുന്നവനാണോ? സ്തോത്രം. സഭയ്ക്കകത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുകയും വലിയ കൺവെൻഷൻ ക്രൂസൈഡ് നടത്തുകയോ വലിയ രീതിയിൽ ഹല്ലേലൂയ ശുശ്രൂഷകനായിട്ട് നടക്കുകയും ചെയ്ത വ്യക്തികളാണോ? ആരെഴുന്നേൽക്കും? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവേൻ. സ്തോത്ര. ഹല്ലേലൂയ. യാഗം ചെയ്ത്
ദൈവത്തോട് ഉടമ്പടി ചെയ്ത, നിയമം ചെയ്ത, ദൈവത്തിന്റെ കൽപ്പന വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, നിന്നെ എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ അടുക്കൽ, എന്റെ അടുക്കൽ എന്ന വചനം പറയുന്നത്, എന്റെ അടുക്കൽ, എന്റെ നിയമം ചെയ്യുന്നവനെ എന്റെ അടുക്കൽ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയുക, ഹല്ലേലൂയ, എന്റേതെന്ന് നിന്നെ കുറിച്ച് പറയണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ഒരു വ്യക്തി അത് എന്റേതാണെന്ന് പറയണമെങ്കിൽ എന്റെ ഇഷ്ടമായിരിക്കണം ഇദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ സ്വർഗത്തിലെ ദൈവ അത് എന്റേതാന്ന് പറയുന്നെങ്കിൽ, അവൻ എന്റേതാന്ന് പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇവൾ എന്റേതാന്ന് പറയണമെങ്കിൽ ഞാനും അപ്പനും തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കണം. അപ്പന്റെ ഇഷ്ടം ചെയ്യുകയാണ് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ച് പറയുക, അത് എന്റേതെന്ന്. ഇന്ന് രാത്രി ലോകത്തിന്റെ വിവിധ കോണിലേക്ക് ദൈവ പൈതലേ, നീ സഹിക്കുമ്പോ, നീ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോ, ഓരോ വേദനകളും നീ കടന്നു പോകുമ്പോ, സ്വർഗം പറയുന്നു, ആ വേദന സഹിക്കുന്നത് എന്റേതാ, ആ വേദന സഹിക്കുന്ന വ്യക്തി എന്റേതാ, ആ നിരാശ സഹിക്കുന്ന വ്യക്തി എന്റേതാ, കുടുംബത്തിലെ ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്ി എന്റേതാ. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രി നീ ദൈവത്തിൻ്റെതാ. ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ദൈവത്തോട് ഒരു നിയമം ചെയ്ത് ജീവിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തിൻ്റെതാ. നീ ദൈവത്തിൻ്റെതാ, നീ ദൈവത്തിൻ്റെതാ. ആമേൻ. അല്ല, പിശാച് ഒരു നാൾ അവകാശം പറഞ്ഞു അവന്റെ പദ്ധതി ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നീ ദൈവത്തിൻ്റെതാ. പക്ഷേ അല്ല, നിന്റെ ചാരിറ്റി പ്രവർത്തനം എത്തിക്കത്തില്ല, വേണ്ടെന്നല്ല, എത്തിക്കത്തില്ല. നീ ധർമ്മം കൊടുക്കുന്നത്, ഹല്ലേലൂയ, എത്ര വലിയ രീതിയിൽ ധർമ്മം കൊടുത്താലോ, ഹല്ലേലൂയ, എത്തിക്കത്തില്ല അവിടെ. സ്തോത്രം. പ്രിയ സ്നേഹിത, ഇതൊന്നും വേണ്ടെന്നല്ല, നീ ചെയ്യുക, അനേകരെ സഹായിക്കുക, അനേകരെ കൈത്താങ്ങ, അനേകർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. പക്ഷെ അതിനോടൊപ്പം ദൈവവുമായ ഒരു ഉടമ്പടിക്കകത്ത് നീ നിൽക്കണം, ആ യാഗത്തിന്റെ അകത്ത് നീ നിൽക്കണം. ആ ബന്ധത്തിനൊരു മാറ്റം വരരുത്. കാരണം കാഹളം ധരിക്കുമ്പോ, ഭൂമി പ്രസവിക്കുമ്പോ എഴുന്നേൽക്കുന്ന ഒന്നാമത്തെ കൂട്ടര അത് നിത്യജീവന് വേണ്ടിയുള്ള കൂട്ടര. ഇന്ന് രാത്രി ലോകത്തുള്ള സകല വിശ്വാസ സമൂഹത്തോട്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന വിവിധ വ്യക്തികളോട് ഞാൻ കൈമാറുകയാ, എഴുന്നേൽക്കുമെന്നുള്ളത് ഉറപ്പാ. അല്ല, നീ പാപം ചെയ്താൽ, നീ വിശുദ്ധിയോട് ജീവിച്ചാൽ എഴുന്നേൽക്കുമെന്നുള്ളത് ഉറപ്പാ. പക്ഷെ നീ ഏതിനു വേണ്ടി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്. നീ ഏതിനു വേണ്ടി എഴുന്നേൽക്കുന്നു? സ്തോത്രം. ഒന്നാമത്തെ വിഭാഗം എഴുന്നേൽക്കുന്നു. സ്തോത്രം. നിത്യജീവന് വേണ്ടി എഴുന്നേൽക്കുന്നു. ഇന്ന് രാത്രി എന്റെ പ്രസംഗം, അല്ല, ഞാൻ ഈ ഭൂമിയിൽ പ്രസംഗിക്കുന്നത്, അല്ല, അർത്ഥമാകണമെങ്കിൽ, ഹല്ലേലൂയ, അത് പൂർത്തിയാകണമെങ്കിൽ, ഞാൻ പ്രസംഗിച്ചു, എൻ്റെ പ്രസംഗം കൊള്ളാമോ ഇല്ലയോ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ട് കാര്യമില്ല. അല്ല, പ്രസംഗിച്ച ശേഷം ജീവിതം എന്നിലുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, മരണം ഒരുപക്ഷെ ഭൂമി എന്നെ പിടിച്ചെടുത്താൽ, ആ മണ്ണിലേക്ക് ഞാൻ ചേർന്നാൽ, ഹല്ലേലൂയ, ഒരു ശബ്ദമുണ്ട്, അതിൻ്റെ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദമാ, എൻ്റെ ദൈവത്തിൻ്റെ ഗംഭീര നാദത്തിങ്കൽ. ഹല്ലേലൂയ, സ്തോത്ര. ഈ ഭൂമി, ഹല്ലേലൂയ, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ, ഹല്ലേലൂയ, പുറത്തെടുക്കുക. അതായത് അധികാരത്തിൻ്റെ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വരുമ്പോ ഭൂമിക്കകത്ത് നിൽക്കുന്നവര്, അല്ല, പുറത്ത് വരിക. കടൽ ജീവനെടുത്തത് കടൽ വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ. അല്ല, റോഡുകൾ ജീവനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡെ നീ വിട്ടുകൊടുക്കേ പറ്റത്തുള്ളൂ. ഈ ഭൂമി എന്തൊക്കെ അവകാശം പറഞ്ഞ് പിടിച്ചെടുത്താല, ഭൂമിയെ എത്ര വിശുദ്ധന്മാരെ മണ്ണോട് ചേർത്തെടുത്താല, അല്ല, അനേക ഭക്തന്മാർ രക്തസാക്ഷികളായി ഈ ഭൂമിയില്. പക്ഷെ കർത്താവിന്റെ വരവെങ്കിൽ, അല്ല, സകലതും പുറത്തു വരിക, സകലതും പുറത്തു വരിക. പുറത്തു വരുന്നത് നിത്യജീവനായിട്ടത്രേ. ആമേൻ. നിത്യജീവനായിട്ടത്രേ. ആമേൻ. ഇനി രണ്ടാമത്തൊരു കൂട്ടരെയും കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തൊരു കൂട്ടർ, ഹല്ലേലൂയ, അവരുടെ എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പാ. നീ നിരീശ്വരവാദിയായാലും, പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, നിന്റെ നിരീശ്വരവാദവും ദൈവമില്ല എന്ന് പറയുന്നതുകൊണ്ട് നിനക്ക് നിന്റെ ആയുസ്സിനെ കൂട്ടാൻ കഴിയുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഏതൊരു നിരീശ്വരവാദി മരിച്ചാലും കർമ്മം ചെയ്ത് ക്രിയ ചെയ്ത് അടക്കുന്ന കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിക്കുക,
നിന്റെ നിരീശ്വരവാദം പൊളിയും. സ്തോത്രം. ദൈവമില്ല എന്നുള്ള പദ്ധതികളൊക്കെ നീ പറയുന്ന നടക്കുന്ന എല്ലാം പൊളിയും. കാരണം നിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ 70 വർഷത്തിന് അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90 100 ഈ ലോകത്ത് മാത്രമേ നിന്റെ ചിന്ത ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് അല്ല ഈ സ്റ്റേജിൽ മാത്രമല്ല, അല്ല ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്, അല്ല ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് ലോകത്തിൽ വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ, ഈ 70 വർഷത്തിനകത്ത് കിട്ടുന്ന നന്മകളല്ല, അതിന്റെ അകത്ത് നിന്നെ തൃപ്തിപ്പെടുത്തുന്ന സുഖങ്ങളല്ല, അതിന്റെ അകത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്ന രസിപ്പിക്കുന്ന വ്യാമോഹങ്ങളല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, അതിനപ്പുറം മരണത്തിനപ്പുറമുള്ള നിത്യമായ ജീവനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ പോവുക. നിരീശ്വരവാദിയെ നീ എഴുന്നേൽക്ക. അപ്പനെ കാല് മടക്കി ചവിട്ടിയവനെ നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ. കഷ്ടം സഹിച്ച് മരിച്ച ഭക്തന്മാരെ നിങ്ങൾ എഴുന്നേൽക്ക. ഇന്നും ഹല്ലേലൂയ സുവിശേഷത്തിനെതിരെ കാല് ചവിട്ടി പ്രതികരിക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. പക്ഷെ എഴുന്നേൽക്കുമ്പോ നീ എഴുന്നേൽക്കാൻ പോകുന്നത് ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതൊരു പരീക്ഷ ടൈമാ, ഒരു പരീക്ഷ ടൈമാ. ഈ പരീക്ഷ നീ പരാജയപ്പെട്ട നിനക്ക് അടുത്തൊരു സ്റ്റേജിൽ കയറാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. 9ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി, സ്തോത്രം, ഒരു വർഷം 2020 ഒരു പക്ഷെ ഒരു വ്യക്തി 9ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, അടുത്ത അഡ്മിഷൻ അമ്മ എന്നിട്ട് പറയുക 9ാം ക്ലാസ്സിൽ എന്തായാലും പരാജയപ്പെട്ടു, പക്ഷേ സ്വതല്ല എൻ്റെ മോനെ 9ൽ തന്നെ ഇനി ഇരുത്താൻ എനിക്ക് താല്പര്യമില്ല, 10 കയറ്റി 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ സ്കൂളിൻ്റെ പുറത്ത് പോയി ഇരുന്നോളാൻ പറയാം. ഹല്ലേലൂയ. പരീക്ഷയിൽ ജയിച്ചോ എങ്കിൽ അടുത്ത സ്റ്റേജിൽ കയറാ. ഇന്ന് രാത്രി പറയാ, നീ ഭൂമിയിൽ 5 10 20 70 80 വർഷം ജീവിച്ചോ, പക്ഷെ ജീവിതത്തിന്റെ അകത്ത് വെച്ച, അതായത് ഈ ശ്വാസം നിന്നു പോകുന്നതിന് മുമ്പേ ലോകത്തില് പരീക്ഷയ്ക്കകത്ത് ജയിച്ചാൽ, അഥവാ പിശാചിന്റെ പരീക്ഷയ്ക്കകത്ത് നിന്ന് ഹല്ലേലൂയ നീ ജയിച്ചാൽ, ഒന്നും കൂടി മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ രക്ഷയാകുന്ന ട്രോഫി നിന്റെ ജീവിതത്തിൽ നീ പ്രാപിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വലിയൊരു സ്റ്റേജ് നിന്റെ മുമ്പിൽ ഓപ്പൺ ആകും. ആമേൻ. അടുത്തൊരു സ്റ്റേജ് നിന്റെ മുമ്പിൽ ഓപ്പൺ ആകും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, ഹല്ലേലൂയ, അടുത്ത സ്റ്റേജ് ഓപ്പൺ ആകണമെന്ന് ജീവിക്കണം, ജയിക്കണം. ഈ കാലഘട്ടത്തിൽ ജയിക്കണം, ഇവിടെ നീ ജയിക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മതി, സകല പാപപ്രവർത്തികളും എന്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. കാരണം ദൈവത്തിന്റെ മുമ്പിൽ സകലതും മലർന്നതും നഗ്നവുമാണ്. എന്റെ സ്വർഗത്തിലെ ദൈവം സകലതും അറിയുന്നു. ഹല്ലേലൂയ. ആത്മീയ ഗോളത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന സകലതും ദൈവം അറിയുന്നു. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നീ കാട്ടിക്കൂട്ടുന്ന സകല കോപ്രായങ്ങൾ എന്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. നിന്റെ സകല പദ്ധതികൾ, നിന്റെ സകല മോഹങ്ങള്, നിന്റെ സകല ആഗ്രഹങ്ങള് എന്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ചർച്ചിൽ മുൻ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ പിറുപിറുക്കുന്നേ? നീ എന്തിനാ കുറ്റം പറയുന്നേ? ഹല്ലേലൂയ. നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ നീ എന്തിനാ പിറുപിറുക്കുന്നേ? നീ എന്തിനാ കുറ്റം പറയുന്നേ? ഹല്ലേലൂയ. പ്രിയ സ്നേഹിത, നിനക്കൊരു കസാര ഇട്ട, നിനക്കൊരു പദവി തന്ന ഇവിടെ വാഴിക്കുവാനല്ല ദൈവം വന്നത്. പകരം മരണത്തിനപ്പുറമുള്ളൊരു ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കാനാ. എന്റെതെന്ന് പറയുക, എന്റെ ജനം എന്റെ അടുക്കൽ എന്ന് പറയുമ്പോ ഹല്ലേലൂയ, എന്റെ ജനമെന്ന് എന്റെ സ്വർഗത്തിലെ വിളിക്കുമ്പോൾ തന്നെ ആ വിളിയിൽ ഞാനും കൂടി എഴുന്നേൽക്ക. ഇന്ന് രാത്രി പറഞ്ഞു, അല്ല അപ്പ ഞാൻ പാപിയാ. ഇന്ന് നീ ഒരുപക്ഷെ എന്റേതെന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ ഞാൻ കാണാത്ത പ്രവർത്തികൾ എന്നിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അപ്പന്റെ അടുക്കൽ ഞാൻ വരികയാ, അപ്പന്റെ അടുക്കലേക്ക് വരികയാ. അടുത്ത സെക്കൻഡ് ഞാൻ മരിച്ചു വീണ, അപ്പാ ഹല്ലേലൂയ. നിന്റെ സകലതും ദൈവം അറിയുന്നത് പ്രിയമുള്ളവരെ. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോ ഇന്ന് ലോകത്ത് ഈ വീഡിയോ എവിടെയൊക്കെ ഷെയർ ചെയ്ത് ലോകത്തിന്റെ എമ്പാടും പോട്ടെ. ഹല്ലേലൂയ. ആരൊക്കെ കേട്ടാലും ഹല്ലേലൂയ, നീ ഭൂമി ചെയ്യുന്നത് അല്ലെ ഒരു ഓഹരി നിനക്ക് കിട്ടും. ഹല്ലേലൂയ. നീ നന്മ ചെയ്ത നല്ല ഓഹരി, തിന്മയാണ് ഓഹരി. പ്രിയ സ്നേഹിത, ദൈവവചനം അതാ പഠിപ്പിക്കുന്നേ. അല്ല നീ ചെയ്യുന്നതിന് ഒത്തവണ്ണമുള്ള ഹല്ലേലൂയ പ്രതിഫലം നിനക്കുണ്ട്. വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം.
നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഹല്ലേലൂയ. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി വായിക്കാം. ഹല്ലേലൂയ. ഇത് കൂടി വായിച്ചിട്ട് ഞങ്ങൾ നിർത്താൻ പോവുക. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, നീ എഴുന്നേൽക്കും എന്നുള്ളതിന് ഉറപ്പാണ്. ഹല്ലേലൂയ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നിത്യനിന്ദയ്ക്കും ഹല്ലേലൂയ നിത്യജീവനുമായി ഒരു ഉയർപ്പുണ്ട്. ഇനി ഒരു വാക്യം കൂടി വായിച്ച് നിർത്താൻ പോകുന്നു. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം കൂടി വായിച്ചേ. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. നീ ഇപ്പൊ വിശ്രമിച്ചോ? ഹല്ലേലൂയ. ഭക്തന്മാർക്കൊക്കെ ഒരു ആശ്വാസ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തന്മാരൊക്കെ ഹല്ലേലൂയ മരണപ്പെട്ട് കഴിഞ്ഞ സ്തോത്രം ഭയങ്കര വിലപിടിപ്പുള്ള മരണം. അത് ഭയങ്കര വിലപിടിപ്പുള്ള മരണം. നീ സുവിശേഷം പറയുമ്പോ ഹലോ വാളുകൊണ്ടോ വാക്കുകൊണ്ടോ നിന്നെ ആരെങ്കിലും ആക്രമിക്കട്ടെ, നല്ലതാ. ഹല്ലേലൂയ. ഒരു വിശ്രമമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലധികം പറയാ ഹല്ലേലൂയ, വെറുതെ നിന്നെ വിടത്തില്ല, വെറുതെ നിന്നെ മണ്ണിന് കൊടുക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. വെറുതെ നിന്നെ മണ്ണിന് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഈ ശരീരം ബലഹീനമല്ലേ? ഹല്ലേലൂയ. ഒരുവന്റെ വാള് ഹല്ലേലൂയ നിന്റെ കഴുത്തിൽ വീഴാൻ കാരണം എന്താ? നീ ബലഹീന മനുഷ്യനായതുകൊണ്ടാ. ഒരുവൻ നിനക്കെതിരെ ഹല്ലേലൂയ വാക്പോര് നടത്താൻ കാരണം എന്താ? നീ ബലഹീന മനുഷ്യനായതുകൊണ്ടാ. ഒരുവൻ നിന്നെ വേദനിപ്പിക്കാൻ കാരണം എന്താ? നീ ബലഹീന മനുഷ്യനായതുകൊണ്ടാ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോ നീ പൊയ്ക്കോ, ഇപ്പോ നീ വിശ്രമിച്ചോ, ഇപ്പോ നീ മണ്ണിനോട് ചേർന്നോ. അടുത്ത സെക്കൻഡിൽ നീ എഴുന്നേൽക്കുക, നീ ഓഹരി പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഹല്ലേലൂയ ഒരു പ്രത്യേക ഹല്ലേലൂയ എമൗണ്ട് വാങ്ങിക്കാനല്ല. ഓഹരി നീ ചെയ്തതിന്, നീ സഹിച്ചതിന്, നീ കഷ്ടപ്പെട്ടതിന്, നീ വേദന അനുഭവിച്ചതിന്, നീ അപമാനിക്കപ്പെട്ടതിന്, നീ അവഗണിക്കപ്പെട്ടതിന്, നീ തകർക്കപ്പെട്ടതിനെല്ലാം ഓഹരി പ്രാപിക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു അവസരം തരാൻ പോവുകയാ. ഹല്ലേലൂയ. സ്തോത്രം. നിനക്കൊരു അവസരം തരാൻ പോവുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇത് രാത്രികാലം ഇത് ദൈവമക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ, ഇതേ അവസരം സ്തോത്രം പാപം ചെയ്ത് രക്ഷിക്കപ്പെടാതെ സുവിശേഷം കേട്ടാൽ പോലും തിരിഞ്ഞു നടക്കുന്ന തലമുറകളെ ഹല്ലേലൂയ സ്തോത്ര എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. എവിടുത്തെ തലമുറകളെല്ലാം ന്യൂ ജനറേഷൻ നമ്മളല്ലാതാ എങ്കിലും ഹല്ലേലൂയ അതിലൊരു വിഭാഗം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഹല്ലേലൂയ 5-6 വർഷം കൂടി അല്ലെങ്കിൽ കുറച്ച് വർഷം കൂടി ഇവിടെ ജീവിക്കുക, അടിച്ച് പൊളിച്ചങ്ങ് തീരാ. ഹല്ലേലൂയ മോനെ അടിച്ചു പൊള്ളിച്ചു തീർന്ന ഹല്ലേലൂയ നല്ലതാ. നീ മരണപ്പെടുമെന്നുള്ളത് നിനക്കും അറിയാം. ഹല്ലേലൂയ കുറച്ച് നാളെ ആയുസുള്ളതും നിനക്കും അറിയാം. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ നീ എഴുന്നേൽക്കുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അത് ആരംഭമാണ്, നീ മറന്നു പോകരുത്. നീ അപ്പനെ നോക്കാതെ അമ്മയെ നോക്കാതെ അനുസരണയില്ലാതെ ലോകത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച സുവിശേഷത്തിന് ചെവി കൊടുക്കാതെ ഇറങ്ങി തിരിച്ച് ലോകത്തിന് ഇഷ്ടപ്രകാരം ചെയ്ത ഹല്ലേലൂയ ജീവിച്ച നിന്നെ ഹല്ലേലൂയ നിനക്ക് നിന്റെ ഓഹരി, അതായത് എത്രത്തോളം നീ ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. ദൈവം ഒരു ചാൻസ് തരാം. മടങ്ങി വാ, ദൈവത്തിലേക്ക് മടങ്ങി വാ, ദൈവത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ മരണം നിശ്ചയമാ. ഏത് ഫ്രീക്കനും മരിക്കാം, ഏത് വിശുദ്ധനും മരിക്കാം, ഏത് പാസ്റ്ററും മരിക്കാം, ഏത് പട്ടക്കാരനും മരിക്കാം. പക്ഷേ എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ ദൈവത്തിലേക്ക് മടങ്ങി വാ. എവിടെയെങ്കിലും നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിനോട് കൈമാറുകയാ. ഹല്ലേലൂയ. നിന്റെ പാപം ഒന്ന് ഏറ്റുപറയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ ദൈവം ഒന്ന് അംഗീകരിക്കും. ഇത് എൻ്റെതാന്ന് പറയാം. നിന്റെ കർമ്മങ്ങളല്ല നിന്റെ രക്ഷയ്ക്ക് കാരണമാകുന്നേ. സ്തോത്ര. നീ സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കും, പക്ഷേ അല്ല സ്നാനപ്പെട്ടത് കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. നീ നല്ല ദശാംശം കറക്റ്റായി കൊടുക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷെ നിന്റെ ആ കൊടുക്കലൊന്നും കൊണ്ട് സ്വർഗത്തിലെത്തത്തില്ല. ഇതൊന്നും വേണ്ടതല്ല, ഇതൊന്നും വേണ്ടതല്ല. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ജീവിക്കണം. പക്ഷേ ഹല്ലേലൂയ ഉടമ്പടിയിൽ നിന്ന് നീ മാറരുത്, യാഗത്തിൽ നിന്ന് മാറരുത്, ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് മാറരുത്, ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് മാറരുത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നിയമം അനുസരിച്ച് മുമ്പിലോട്ട് പോകും ദൈവ പൈതലേ, എന്നെ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാനിടയാകുക. അല്ല നീ എഴുന്നേൽക്കുമ്പോൾ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായി മാറരുത്. അല്ല നീ നിത്യ ന്യായവിധിക്കായി മാറരുത്. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ അപ്പച്ചന്മാർ
അമ്മമാര്, വിദ്യാഭ്യാസമില്ലാത്തവര്, ഹല്ലേലൂയ, വല്ല ഡ്രസ് ചേർന്നിടുന്നവര്, കറുത്ത പുസ്തകം കൊണ്ട് നിന്റെ അടുക്ക വിറയിലോടെ വന്നത്, ഹല്ലേലൂയ, അവർക്ക് വയറ്റിപ്പിഴപ്പിനല്ല, അവർക്ക് ജീവിക്കാനല്ല. അല്ല, പാസ്റ്റർമാർ നിന്നെ വിളിക്കുന്നത് അവർക്ക് ജീവിക്കാനല്ല, നീ ഒന്ന് ജീവിക്കാനാ. ക്രിസ്തുവിൽ നീ ഒന്ന് ജീവിക്കാനാ. ആമേൻ. ക്രിസ്തുവിൽ നീ ഒന്ന് ജീവിക്കാനാ. അർഖോനാ ശംതുരാ രഗത്തരകൽക്കര അർഖിയാര ബൗഢം തരാ റിഗൽക്കരെ സെക്കേമിനിയ ഉറവല ബൗഢം തരാ രഗത്തനകൽക്കരക ശംതുരാ രഗരഗേശകൽക്കര. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിനക്ക് ജീവിക്കാൻ ഒരു അവസരം തരിക. ഇന്ന് മടങ്ങി വരാമോ? നീ ഏത് ഭാഗത്തിരുന്ന് കേട്ടാലും സ്തോത്രം, ഒന്ന് മടങ്ങി വാ ദൈവസന്നിധിയില. ഹല്ലേലൂയ. നീ ദൈവസ്ഥനിലേക്ക് മടങ്ങി വാ. നീ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വാ. എൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുക. പറ ഹല്ലേലൂയ. പിശാച് എൻ്റെന്ന് പറയുന്നതിനേക്കാളും ഹല്ലേലൂയ സ്തോത്രം ദൈവം പറയണം, ആമേൻ, ഇതെൻ്റെതാണെന്ന്. നീ എൻ്റെതാണെന്ന് എൻ്റെ ദൈവം പറയണ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം പറയണ, നീ എൻ്റെതാണെന്ന്. ഹുറാമാന ശംതുരാരകൽക്കര ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശംതുരാരകത്തനകൽക്കര. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഓ, ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. എന്ന് വിശ്രമിച്ചിടും. നാടുവിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനയിൽ യാനം ചെയ്തൊരാ. നാടുവിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനയിൽ യാനം ചെയ്തൊരാ. ഓ, കൂടിയൊന്നായി വാഴ വാഞ്ചിച്ചിത്ര നാള കാരുണ്യവൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. ആമേൻ. കൂടിയൊന്നായി വാഴ വാഞ്ചിച്ചിത്ര നാള കാരുണ്യവൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. ആ കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്തോത്രം. ഹല്ലേലൂയ. ചില നാളുകൾ മാത്രമേ നിനക്ക് ഇവിടെ ഹൈസുള്ളൂ. ഹല്ലേലൂയ. നീ എത്ര ഫ്രീക്കനായാലും, എത്ര അടിച്ചുപൊളി സെറ്റപ്പ് നടക്കുന്ന വ്യക്തിയായാലും, ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ മേൽ തന്നെ നിർബന്ധമല്ല. ദൈവം ഞങ്ങളൊരു മീഡിയേറ്റർ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. പാപം വിട്ട് ദൈവത്തിലേക്ക് വരുവാൻ ഒരു ചാൻസ്, നീ മരിക്കുന്നുമ്പോ ഒരു ചാൻസ്. ഹല്ലേലൂയ. സ്തോത്രം. ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റുള്ളവരോടുള്ള എല്ലാ ചാറ്റിങ് ഇന്ന് രാത്രികാലം നിർത്തിക്കോ. ഹല്ലേലൂയ. ഭാര്യ ജീവിച്ചിരിക്കെ ഉള്ള എല്ലാ ദുഷ്ട ചാറ്റിങ്ങുകളും ഇന്ന് രാത്രികാലം മാറട്ടെ. നീ ഒരു ആത്മീകനാ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പാപം ചെയ്ത ശേഷം നീ കൊടുക്കുന്ന നേർച്ചകള്, നീ കൊടുക്കുന്ന വഴിപാടിലൊന്നും എന്റെ ദൈവം പ്രസാദിക്കത്തില്ല. അല്ല, മറന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ ദീർഘായുസ് കിട്ടുമെന്നുള്ള പ്രസംഗമല്ല ഇത് കേൾക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമി നീ മരിക്കണം, ഈ ശരീര ഭൂമിക്ക് വിട്ടുകൊടുക്കണം, മണ്ണിന് വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യമാ ഞങ്ങൾ പറഞ്ഞ. പക്ഷെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. അവിടെ നിനക്ക് ഓഹരി കിട്ടും. നീ ഇവിടെ ചെയ്യുന്നതിൽ, നീ ഇവിടെ പ്രവർത്തിക്കുന്നതിലൊക്കെ ഹല്ലേലൂയ ഒരു
ഓഹരി കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, എന്റെ കർത്താവിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, എന്റെ സ്വർഗത്തിലെ ദൈവ നിന്നെ അനുഗ്രഹിക്കുവാനിടയാകാം. നിന്റെ കുടുംബത്തിൽ നിലവാരങ്ങൾ മാറ്റുവാനിടയാകാം. എന്റെതെന്ന് പറയുക എന്റെ ദൈവ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയോ ഈ കാലഘട്ടത്തില് ഈ ജീവിതത്തിനകത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കുക. നീ രോഗിയാണ്, അല്ല നീ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, എന്റെ സ്വർഗത്തിലെ ദൈവം പറയോ, ഓ അത് എന്റേതാ, അവൻ എന്റേതാ, അവൻ രോഗത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല, അല്ല അവൻ ഭാരം അനുഭവിക്കേണ്ടവനല്ല, അല്ല വേദന സഹിക്കേണ്ടവനല്ല. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കുന്ന ഒരു കര ഇന്ന് രാത്രികാലം ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാമോ? ഈ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാമോ? ഇന്ന് രാത്രികാലം അത്ഭുതങ്ങൾ സംഭവിക്കുക. വിശ്വാസത ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, വിശ്വാസത ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കുടുംബങ്ങൾക്ക് ഒരു അന്തരീക്ഷം വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഒരു ദൈവിക പ്രവൃത്തി കുടുംബങ്ങൾക്ക് വെളിപ്പെടാൻ പോവുക. അല്ല ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെ അല്ല ജീവിതങ്ങളിൽ മാറ്റം വരുത്തി കർത്താവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളാക്കി ഇന്ന് മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്നു. പോംവഴിയില്ല എന്ന് നീ പറഞ്ഞ മേഖലയ്ക്കകത്ത് പോംവഴികൾ ഉണ്ടാകാൻ പോകുന്നു. രക്ഷപ്പെടത്തില്ല എന്ന് നീ പറഞ്ഞ മേഖലയ്ക്കകത്ത് രക്ഷ വെളിപ്പെടാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഒരു പുതിയതൊന്ന് ഇന്ന് രാത്രി എന്റെ സ്വർഗത്തിലെ ദൈവം ആരംഭിക്കാൻ പോവുക. മാത്രമേ ഓ നീതിയായി നടന്നു നേർപരന്നു വന്നു ആധിപത്യമുള്ളവൻ വാണ്ടി മാത്രമേ ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാമോ? അപ്പാ അടുത്ത സെക്കൻഡ് ഞാൻ മരിച്ച, ഈ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മരിച്ച, ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ഞാൻ മരിച്ച, എന്റെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ മരിച്ച, അടുത്ത ഉയർപ്പിലപ്പ അവിടുത്തെ ശബ്ദത്തിങ്ക ഭൂമി നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കും പോലെ എന്നെ പുറത്തെടുക്കുമ്പോ ഞാൻ എഴുന്നേൽക്കുന്നത് ഹല്ലേലൂയ നിത്യജീവനായിരിക്കണം. അപ്പ സ്വർഗരാജ്യം എനിക്ക് അവകാശമാക്കണം കർത്താവേ. ഏറെ നാളായി കാൺമനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ കാണുന്നു നേരം തിരുമാർവോടണങ്ങിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണങ്ങിടുമേ, ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾ രോഗത്താലോ നിരാശയിലോ ഏതെങ്കിലും പ്രയാസത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ?
ഹല്ലേലൂയ. ദൈവം തന്റെ വചനം മയച്ച് സൗഖ്യമാക്കുവാൻ ശക്തനാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം നിന്നെ ഇന്ന് സൗഖ്യമാക്കും. കർത്താവിന്റെ വചനം നിന്നെ സ്പർശിക്കും. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം മാറ്റങ്ങളെ കൊണ്ടുവരും. നിന്റെ സാഹചര്യമൊക്കെ മാറി. നീ ദൈവത്തിന്റെ പൈതലാണ്. എന്റെ ദൈവം നിന്നെ നോക്കിയിട്ട് എന്റെതെന്ന് പറഞ്ഞിരിക്കുക. ഇന്നലെ വരെ പിശാചാണ് പറഞ്ഞേ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കിയിട്ട് പറയുന്നത് എന്റെതാ. പ്രമാണം വിടാതെ നിത്യത വരെ ജീവിക്കാമോ? ദൈവത്തോട് യാഗം ചെയ്ത് നിയമം ചെയ്ത് ജീവിക്കാമോ? നീ എഴുന്നേൽക്കും. നിത്യജീവനായി നീ എഴുന്നേൽക്കും. നിത്യജീവനായി നീ എഴുന്നേൽക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനെ സ്വർഗീയ നല്ല പിതാവേ, ലോകത്തിന്റെ വിവിധ കോണിലിരുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ഇവിടെ ജീവിതങ്ങളെ വെളിപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന്റെ അകത്ത് പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്ന ഈ ഒരു സഹോദരി എടുത്ത് പ്രാർത്ഥിക്കുന്ന തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ വിഷയം അർപ്പിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ പറയാതെ വളരെ ഭാരപ്പെട്ട് ഞങ്ങളെ കാണുന്ന കേൾക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് രാത്രി വചനമായിട്ട് സൗഖ്യമാക്കണം, സമാധാനം നൽകണം. കർത്താവേ, കുടുംബത്തിന്റെ അകത്തുള്ള പിന്മാറ്റകർ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്റെ കർത്താവിലേക്ക് മടങ്ങി വരട്ടെ. ജീവിക്കട്ടെ ക്രിസ്തുവിൽ. അതെ, നിത്യജീവന എഴുന്നേൽക്കണം അപ്പ. അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗത്താലോ ഭാരത്താലോ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ഇന്ന് രാത്രികാലം അത് വെളിപ്പെടട്ടപ്പ. ഹല്ലേലൂയ. രോഗ അവസ്ഥകളെല്ലാം മാറട്ടെ. ഹല്ലേലൂയ. എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. ഇന്ന് രാത്രികാലം സകല രോഗികളുടെ മേൽ ദൈവിക സൗഖ്യം അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഈ ലോകത്ത് വ്യാപരിക്കുന്ന മഹാമാരിയെ കർത്താവേ അവിടുന്ന് പിടിച്ചു കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ വിടുതൽ കർത്താവേ, സ്വസ്ഥത സമാധാനം ദേശത്ത് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ, ഇന്ന് മരിച്ചാൽ അടുത്ത് ഞാൻ എഴുന്നേൽക്കും. നിത്യജീവന എന്ന ഉറപ്പോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കണം. ഇതിൽ കർത്താവെ പ്രിയ സാവു പാസ്റ്ററോട് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്ത് കർത്താവെ ദൈവത്തിനെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, അധികാരപ്പെടുത്തണം. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കണം, മറ്റ് ടീം മെമ്പേഴ്സിനൊക്കെ അനുഗ്രഹിക്കണം. അവരുടെ മിനിസ്ട്രിയൊക്കെ വലിയ വിജയമായി തീരുവാൻ ദൈവം സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് ഞങ്ങളുടെ സ്റ്റേജിലും ബാക്ക് സ്റ്റേജിലൊക്കെ ആയിരിക്കുന്ന അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഇവിടെ ജീവിതങ്ങൾ സംഭവിക്കട്ടെ. ദൈവശക്തമായി ഉപയോഗിക്കണം കർത്താവേ. എല്ലാവരും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു. യേശു ക്രിസ്തു നാമത്തിന്റെ പൊന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ രാത്രികാലം ഞങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിലുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആർമി ഓഫ് ജീസസ് എന്ന സ്തോത്രം ഈ കൂട്ടായ്മയിലെ എല്ലാ സ്തോത്ര ദൈവാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തുവേശുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.